അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കണ്ടെത്താൻ എങ്ങാടിയിലാണ്. ഇവിടെ വർക്കുകൾ നല്ല തകർത്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് വർക്കിലിട്ടാ. അങ്ങനെ ഏകദേശം നല്ല ഹൈറ്റായി നല്ല വർക്കുകൾ തകർത്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ തുടരുന്നു. നമ്മുടെ മണ്ണിട്ട് നല്ല ഹൈറ്റ് ഏകദേശം നല്ല ഉണ്ടില്ല, നല്ല ഹൈറ്റായി ഉച്ചയ്ക്ക് അണ്ടർപാസ് ആക്കണ്. അവിടെ നേരിട്ട് വന്നിട്ട് അതിൽ രണ്ടായി മാറി വിടട്ടാം. അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ നല്ല മണ്ണിട്ടെല്ലാം ഉയർത്തിയിട്ടുണ്ട്. തലങ്ങും വിലങ്ങും വണ്ടികളിതാ ഇതിനകത്ത് അമർത്തിന് ഒരാത്ത് മണ്ണ് തട്ടിനും ചേക്കാൻ പോകാം. അവരുടെ ഇപ്പോൾ ആകെ മാറിക്കഴിഞ്ഞു. അണ്ടർപാസിൻ്റെ കാര്യമൊന്നും തീരുമാനമായില്ല. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മണ്ണിട്ട് ലെവലാക്കി കണ്ടില്ലേ. ഈ മട്ടത്തിൽ അതിൻ്റെ വർക്കുകൾ തുടരുന്നു. അപ്പോൾ ഇതിലാണ് ആൾക്കാർ മുറിച്ച് കിടക്കുന്നത്. അതിൽ അപ്പുറപ്പുറം കിടക്കണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. കണ്ടില്ലേ, സർവീസ് റോഡിൽ വണ്ടി പോകുമ്പോൾ കിടക്കാൻ കുറച്ച് പണിയാണ്. സമരം അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. വർക്ക് നല്ല തകർത്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവരെ ടാറിങ് കഴിഞ്ഞതാണ് ആദ്യം. ഞാൻ അതിവേഗത്തിൽ ഇവിടെ നല്ലതാണ്. അങ്ങനെ അതിവേഗത്തിൽ മണ്ണിട്ടതാ ഈ ഹൈറ്റിലെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് കണ്ടാലറിയാം അപ്പുറം ഇപ്പുറമുള്ള മാറ്റം. കട്ടയും കല്ലൊക്കെ ഇട്ടതാ ഇപ്പോൾ ഈ കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാനും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. അതിൽ വർക്കുകൾ തകർന്നമായി നടന്നുകൊടുക്കുകയാണ്. സെൻറ്ററിൽ ഫുള്ളായിട്ട് മണ്ണ് തട്ടുന്നത്. അവിടെ JCB മെറ്റലിട്ടിന്. അങ്ങനെ എണ്ണത്താണ് ഇപ്പോൾ ആകെ മാറിക്കഴിഞ്ഞു. സെൻറ്റർ മണ്ണതാ, സെൻറ്റർ മണ്ണൊക്കെ ഇട്ടതാ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ അമർത്തിൽ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ കാണാം. കണ്ടില്ലേ, ഏകദേശം നല്ല സ്ലോപ്പാക്കിയതാ ഈ ലെവൽക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഏതായാലും രണ്ടത്താനിപ്പോൾ രണ്ട് ഭാഗമായി മാറി. ഏതായാലും അപ്പുറം ഇപ്പുറം കടക്കണ കാര്യത്തിൽ വളരെ പ്രയാസമാണ്.
ഒന്നില്ലെങ്കിൽ അവിടെ മൂച്ചിക്ക പോകണം, അണ്ടർപാസിൻ്റെ തൊട്ട് കുട്ടികളൊക്കെ അതാ ഇതിലെ പോയി അതിലേ തിരിച്ചു വരുന്നത്. സ്കൂളുകളിലെ മദ്രസയിലെ കുട്ടികളൊക്കെ അപ്പുറം കിടക്കണേ ആ തല വരെ ഇവിടെയാണ് മദ്രസ സ്കൂളൊക്കെ ഉള്ളത്. ഇവിടെ നേരെ പോയി നടന്നു പോയിട്ട് അപ്പുറം കടന്ന് ഇപ്പുറം വന്നിട്ട് ഇവിടെയാണ് നമ്മളെ കടമ്പയ ചലകൂത്തൂർ പോണ റോഡ്. ആ റോട്ടിലേക്ക് പോകണമെങ്കിൽ നല്ല പ്രയാസമാണ്. അതിനേതായാലും വിദ്യാർത്ഥികൾക്ക് അപ്പുറം കിടക്കാൻ വളരെ പ്രയാസം. അവിടുന്ന് കുട്ടികൾ കുറേ നടന്നു വരുന്നുണ്ട്. മദ്രസയിലെ പരീക്ഷകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ ഇതിൽ നടന്നു വന്ന് ഇപ്പുറം ഇവിടെയാണ് അവരെ വീടും കാര്യങ്ങളും. കുറേ പകുതി കുട്ടികളും ഇവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ വികസനം വന്നതോടുകൂടി അപ്പുറം ഇപ്പുറം ആയിപ്പോൾ. ഏതായാലും ഇവിടെ നാട്ടിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പുറം കിടക്കണമെങ്കിൽ. അങ്ങനെ ഇവിടെ മണ്ണ് തവിടുന്ന നല്ല വളരെ സ്പീഡിലാട്ടാ ഫുള്ള് ലോഡ് കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2 ആഴ്ച കൊണ്ട് നല്ല ഹൈറ്റിൽ ഇവിടെ പൊക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ആകെ മാറിക്കഴിഞ്ഞു. ഏതായാലും വികസനം വേണം, പക്ഷെ നാട്ടുകാർക്ക് ഉപകാരം വേണം. അങ്ങനെ ഏതാണ്ട് ഫുള്ള് ലോഡ് ഇവിടെ മണ്ണ് തട്ടിക്കൊണ്ട് ഒരു ലോഡ് എത്തി അടുത്ത ലോഡ് ബാക്കിൽ വളരെ സ്പീഡിലാണ് പരിപാടികൾ നടക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന്. ഏതായാലും വർക്കുകൾ നല്ല തകർന്നമായി നടന്നുകൊടുക്കുകയാണ്. സമരം ഒരു ഭാഗത്തു കൂടി ഉണ്ട്. എന്തായാലും അണ്ടർപാസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കിട്ടിയ നല്ലൊരു ഉപകാരമാണ്. അങ്ങനെ മണ്ണിടൽ ഇവിടെ തുടരുന്നു. അപ്പോൾ അതിവേഗത്തിൽ ഇവിടെ മണ്ണിട്ട് നല്ല ഉയർത്തിയിട്ടുണ്ട്. നേരെ ഇവിടുത്തെ കാര്യങ്ങൾ പറയാനുള്ളൂ. കാരണം ആകെ മാറിക്കഴിഞ്ഞു. വളരെ വേഗത്തിലാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത്. അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ മണ്ണിട്ട് പൊന്തിച്ചു ഏതാണ്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു. ഇവിടെ മിൻസാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡ് കണ്ടില്ല.
ഇവിടെ ഇപ്പോൾ മുറിച്ച് കിടക്കണം കേട്ടോ. പിന്നെ ഈ ഷെഡിലപ്പോൾ തൽക്കാലം കിടക്കുന്നത് ഇവിടെ ബ്ലോക്കായ പിന്നെ ആ തല വരെ പോകണം. ഇപ്പം കിടക്കണമെങ്കിൽ അതിന് വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ കാണാൻ പോയ ചേലക്കുത്ത് റോഡ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.